जो व्यक्ति चाय पीता है, मैं खुले खुले शब्दों में कह रही हूँ, मुझे कोई शर्म नहीं है, किसी भी प्रकार का कोई भय नहीं है और कोई संकोच भी नहीं है कि जो लोग चाय पीते हैं वो गौहत्यारे हैं। उनमें हिंदी वालों के लिए अडील नीचे എഴുതി है हो हाँ അപ്പേ ഞങ്ങൾ ഈ പശുല്ലേ ഗോമാത, ഈ ഗോമാതന്റെ പാല് കുടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഗോമാത എന്ന് വിളിക്കുന്നത്. അതായത് അമ്മയുടെ പാല്, അത് കഴിഞ്ഞ പിന്നെ പശുവിന്റെ പാലാണ് നമ്മൾ എല്ലാവരും കഴിക്കുക. അതുകൊണ്ടാണ് ഗോമാതാവ് എന്നാണ് പറയുന്നതാണ്. പറഞ്ഞ ശേഷം ഞാൻ ഗോമാതാവ് എന്നല്ല വിളിക്കുന്നത്, ഞങ്ങളെ ചങ്കി ലോകം അതാ വിളിക്കുന്നത്. അപ്പൊ ചങ്കി ലോകം കേലിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പശുവിന്റെ മാംസം തിന്നാൻ പാടില്ല, അത് അറക്കണ് തെറ്റാണ്. പശുവിന്റെ പാല് കുടിച്ചാൽ എന്താണ്, അതും അറവിന് തുല്യാണെന്ന് പറയുന്നത്. ബാക്കിയും കൂടി കേട്ടാട്ടെ, അത് കഴിഞ്ഞ് ചെറിയൊരു സാധനം കൂടി കാണിച്ചു തരാം. और कसाईयों में बिल्कुल भी अंतर नहीं है। कई लोग कहते हैं माँ तो दुखन लग जावे, अरे दुख जाएगा 2 दिन, थोड़ा खुद पे कंट्रोल रखो। चाय जब नहीं पीते थे तब भी जिंदा थे हमारे पूर्वज, कोई मर गए क्या? और आज भी बहुत सारे लोग चाय नहीं पी रहे हैं, तो क्या हुआ उनके साथ में? वो कोई मर थोड़ी गए हैं, वो भी आपसे ज्यादा दुगुना ही काम कर रहे होंगे मेरे भाई बहनों। इसीलिए 2 दिन सिर दुखे तो दुखे, 2 दिन माथ तो दुखे तो दुख जावे, और मैं तो कहूँ फट भी जावे तो चिंता करने की जरूरत नहीं। लेकिन आपकी वजह से अगर कहीं गौ हत्या हो रही है तो ऐसा पाप कभी माथे पर नहीं लेना चाहिए। इसलिए चाय का सेवन बिल्कुल नहीं करना चाहिए। चाय छोड़ दीजिए मेरे भाई बहनों, बहुत गंदी वस्तु है। ഹേ ഗോമാത, വാട്ട് എ ടേസ്റ്റി, വാവ് ബ്യൂട്ടിഫുൾ. പിന്നെ മറ്റൊരു കാര്യം കൂടി, പിന്നെ നമ്മൾ ചാണകം തിന്നണം ഇതേപോലെ, അല്ലെങ്കിൽ ഇതേപോലെ മൂത്രം കുടിക്കണം. ഇത് രണ്ടും ചെയ്താൽ ഓക്കെ ആണല്ലേ. പാല് കുടിക്കാൻ പാടില്ല, ഒന്ന് പോയി തരത്തി കളിക്കടാപ്പ. ഞങ്ങൾ കുടിക്കും. കേരളത്തിലുള്ള ചങ്കി ലോകങ്ങളൊന്ന് പറ കുടിക്കില്ല എന്ന്, ഞാനൊന്ന് കാണട്ടെ. ഒലക്കാ പിണ്ണാക്ക് പറയും. 11,000 ലിറ്ററാണ് ആ പുഴയിൽ ഒഴുക്കുന്നത് പാല്. അതൊക്കെ വലിയ കാര്യം, അടിപൊളി. ഒരു സൈഡിൽ പട്ടിണിയാണ്, പട്ടിണി. അവിടെ ഒരു പാക്കറ്റ് പാല് കൊണ്ടാണ് സ്കൂളത്തെ മുഴുവൻ കുട്ടികൾക്ക്, ഒരു ഒറ്റ പാക്കറ്റ് പാലുകൊണ്ട് ഒരു സ്കൂളത്തെ മുഴുവൻ കുട്ടികൾക്കും ചായ അല്ല വെള്ളം കലക്കി കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കടേ, ഒന്ന് പോടാപ്പ. പശു ഇറച്ചി തിന്നണത് പ്രശ്നമാക്കി, അപ്പൊ മീൻ തിന്നണ ചില സ്ഥലത്ത് പ്രശ്നമാണെന്നുള്ളതാ. അപ്പൊ കുറെ ആളുകൾ വിചാരിക്കും ഇനിയിപ്പോ പന്നിയിറച്ചിയൊക്കെ തിന്നണോണ്ട് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം എന്നുള്ളത്. കണ്ടോളി, അതും ദൈവ നിങ്ങൾക്കും കിട്ടാൻ വേണം പണി. അപ്പൊ എല്ലാവരും പ്രതികരിച്ചോളി. പശുമ്പാല് കുടിക്കണത് പോലും പ്രശ്നമാണ്, പോലും പ്രശ്നം. ജയ് ശംഖശക്തി. സുലാൻ വേണമെങ്കിൽ കൂടെ കൂടിക്കോളി, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ബൈ ബൈ.